ഇപ്പൊ ജീവിതത്തിലൊരു അനിവാര്യമായ ഒരു ഘടകമാണ് എന്ത്? ഈ ഗുരുപ്രാപ്തി എന്നുള്ളത്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമൂഢചേതാഃ യത്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. എപ്പോഴാ പറഞ്ഞത്? 1-ാം അധ്യായം മുഴുവൻ കഴിഞ്ഞ് തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിശീദന്തമിതം വാക്യം ഉവാച മധുസൂദന. ഉടനെ കിട്ടിയടി എന്ത്? ഇതുവരെ താൻ പറഞ്ഞു കൊണ്ടുവന്ന് ഉയർത്തിക്കൊണ്ടുവന്നത് മുഴുവൻ എന്തായി? ഒറ്റയടിക്ക്. കുതസ്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യസ്തമസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം ആത്മഗമ പാർത്ഥ നൈതത്വപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ. ഇളകി യുദ്ധം ചെയ്യില്ലെന്ന് പറഞ്ഞ് അമർന്നിരുന്ന ആൾ എന്ത് ചെയ്തു? സ്വകർത്തവ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ആൾ എന്ത് ചെയ്തു? കിട്ടേണ്ടത് കിട്ടിയപ്പോ തോന്നേണ്ടത് തോന്നാൻ തുടങ്ങി. തോന്നിയില്ല, തുടങ്ങി. ഉടനെ ചോദിച്ചു, കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോച്യാമി പൂജാർഹാവരിസൂദന. ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞതാണ് ആദ്യം. ഇപ്പൊ എന്താണ്? യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞതിന് ന്യായീകരിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഈ പൂജ അർഹിക്കുന്നവരെ ഞാൻ ഗുരുജനങ്ങളെ ഞാൻ പൂജിക്കേണ്ടത്? ഈ കൂർത്തുമൂർത്ത ശരങ്ങളെ കൊണ്ടാണോ? എനിക്ക് അറിയാഞ്ഞിട്ടാണ്. അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ പൂജിച്ചോളാം, ഞാൻ ചെയ്തോളാം, യുദ്ധം ചെയ്തോളാം. അവിടെ വരെത്തി. അത് കഴിഞ്ഞിട്ട് 11-ാം ശ്ലോകത്തിലാണ് ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത്. അതിനു മുമ്പ് ഗുരുവിനെ കണ്ടെത്തി. അതുവരെ കൃഷ്ണനിൽ സഖാവിനെയൊക്കെ കണ്ടെത്തിയത്. മനസ്സിലായല്ലോ? നാട്ടിൽ പറയുന്ന സഖാവിനെയല്ല, ഒറിജിനൽ സഖാവിനെ. അതെ അല്ലേ? ഏ കൃഷ്ണ, ഹേ യാദവ, ഏ സഖേതി ഒക്കെ വിളിച്ചു പോയിട്ടുണ്ട്, പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഗുരുനാഥനെ കണ്ടെത്തി. ഗുരുനാഥനെ കണ്ടെത്തിയിട്ട് എന്തായി? കൃഷ്ണനിൽ ഗുരുനാഥനെ കണ്ടെത്തി. അതുവരെ കൃഷ്ണനെ കണ്ടെത്തി. കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. എൻ്റെ വാഹനത്തെ കൊണ്ടുപോയി 2 സേനകളുടെയും ഇടയിൽ കൊണ്ടുപോയി നിർത്തുന്നൊക്കെ പറഞ്ഞപ്പോ കണ്ടിട്ടുണ്ട്. പക്ഷേ കൃഷ്ണനിൽ ഗുരുവിനെ കണ്ടുവോ? ഇല്ല. ഗുരുവിനെ കണ്ടതെപ്പോഴാ? കണ്ടപ്പോ അത് പറഞ്ഞതാ. ഏത്? കാർപ്പണ്യദോഷം കൊണ്ട്. സമ്മതിക്കുക അവിടെ. കൃവണഭാവം കൊണ്ട്, നിസ്സാരഭാവം കൊണ്ട്, ഒന്നിനും കൊള്ളാത്ത ദൗർബല്യം കൊണ്ട്, ഹനിക്കപ്പെട്ട ചിത്തത്തോടു കൂടിയ ഞാൻ. കാർപ്പണ്യദോഷോപഹത സ്വഭാവം കൊണ്ട്, കാർപ്പണ്യദോഷം കൊണ്ട് ഹനിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി, എനിക്ക് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് ശ്രേയസ്സിലേക്കുള്ള മോക്ഷത്തിനുള്ള മാർഗം പറഞ്ഞു തരൂ. ഞാനാരാണ്? പരിപൂർണ സമർപ്പണം ചെയ്ത ശിഷ്യനാണ്. എന്നെ വേണ്ട വിധത്തിൽ ശിക്ഷിച്ചോളണം, ഉപദേശിച്ചോളണം. തോന്നിയോണല്ല, ആ പ്രാർത്ഥനയാണ്, ആ സമർപ്പണം, നമസ്കാരം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു കൊടുക്കുന്നത്. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസു നഗതാസുശ്ച നാനുശോചന്തി പണ്ഡിത. പണ്ടുള്ളവരാണ് പണ്ഡിതന്മാർ. എനിക്ക് പണ്ടല്ല. പണ്ട് ആത്മവിഷയജ്ഞാനം പണ്ഡിതൻ. ആത്മവിഷയമാണ് എന്ത്? പണ്ഡിതന്റെ ലക്ഷണം. ആത്മതത്വത്തെ അറിഞ്ഞവര് ദുഃഖിക്കുന്നില്ല. വന്നവരെ കുറിച്ചോ പോയവരെ കുറിച്ചോ അവർ ദുഃഖിക്കുന്നില്ല. പക്ഷെ നീ ദുഃഖിക്കുന്നു, പണ്ഡിതന്മാരെ പോലെ പ്രസംഗിക്കുന്നു. മനസ്സിലായില്ല? നിന്റെ വാക്കുകൾ കേട്ടാ തോന്നുന്നു നീ വലിയ പണ്ഡിതനാണ്. പക്ഷെ നീ എന്താണ്? സാഹചര്യം വരുമ്പോൾ നീ ദുഃഖിക്കുന്നു. ഇപ്പൊ സന്ദർഭത്തിനനുസരിച്ച് ഏത് സന്ദർഭം വരട്ടെ, ഏത് സുഖദുഃഖങ്ങൾ വരട്ടെ, മാനാപമാനങ്ങൾ വരട്ടെ, നിന്ദാസ്തുതികൾ വരട്ടെ, മാറി വരുന്ന ദ്വന്ദ്ങ്ങളിലൊന്നും തന്നെ മാറാതെ നിലകൊള്ളുന്ന ആള് ആരാണ്? പണ്ഡിതനാണ്. പക്ഷെ നീ പണ്ഡിതന്മാരുടെ പ്രസംഗം മാത്രമേ ഉള്ളൂ, നിന്നിൽ എന്തില്ല? പാണ്ഡിത്യമില്ല. ഇതാണ് തുടക്കം. അപ്പൊ ഗീത എന്ത് ശാസ്ത്ര?
മോക്ഷശാസ്ത്രം അല്ലേ? അങ്ങനെയാണോ? ദുഃഖിക്കില്ല എന്ന് പറഞ്ഞ ശാസ്ത്രമല്ലേ? ദുഃഖമില്ലാത്ത സ്ഥിതിയല്ലേ ഏത്? മുക്തി. ആ മുക്തിയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ചോദ്യം വരുന്നത്, അപ്പൊ നാരദ ഭക്തി സൂത്രത്തിൽ ഇപ്പൊ എങ്ങനെ അത് പറയണം? നാരദ ഭക്തി സൂത്രത്തില് പൂജ തുടങ്ങിയവ, ഭഗവാനിലെ അനുരാഗം മുതലായവ ഒക്കെ ഭക്തിയാണ് എന്ന് ഒഴുക്കൻ മട്ടിൽ ആചാര്യൻ പറഞ്ഞു പോയതിനു ശേഷം തദർത്ഥിൽ അഖിലാചാരത തത് വിസ്മരണേ പരമവ്യാകുലത ച ഇതി എന്നൊക്കെ പറഞ്ഞ് സമർത്ഥിക്കുന്നത് ഏതാണ്? ഈ ഭക്തിയും മഹത്തുക്കളുടെ കൃപ കൊണ്ട് അനുക്രമം എന്നോണം മുക്തിക്ക് കാരണമാകുന്നു. ബാക്കിയൊക്കെ നമ്മൾ അംഗീകരിക്കും, ആചാര്യൻ അംഗീകരിക്കുന്നുണ്ട്. പൂവും വെള്ളമൊക്കെ കൊടുക്കുന്നതും വേഷം മാറ്റി പോണതും അല്ലേ, വഴിപാടുകൾ കഴിക്കുന്നതും ഒക്കെ ഭക്തിയായിട്ട്, അതൊക്കെ ഭക്തിയാണെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്നില്ല. എന്നിട്ട് സ്വാഭിപ്രായത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് പറയുന്നത് ഗുരുവിന്റെ അനിവാര്യത, ഗുരുപ്രാപ്തി. അപ്പുറത്തോ മറ്റേന് ഗുരു വേണോ? ഗുരു എന്ന് പറയുന്നത് ചിലപ്പോൾ ലഘുവായിരിക്കും, ലഘു എന്ന് പറയുന്നത് ചിലപ്പോൾ ഗുരുവായിരിക്കും. പക്ഷെ ഇവിടെ എന്ത് വേണം? തിരിച്ചറിയാൻ വേണം. തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? കേവലം വഴിപാട് കഴിച്ചുകൊണ്ട് മാത്രം കിട്ടില്ല. പിന്നെന്ത് വേണം? സാധനാനിഷ്ഠനാവണം. പറഞ്ഞതിൽ അത്രയേ ഉള്ളൂ, വ്യക്തമല്ലേ? ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഭക്തിയുടെ ബാഹ്യലക്ഷണങ്ങൾ അണിഞ്ഞതുകൊണ്ട് കാര്യമില്ല. അന്തരംഗ സാധനകളെ ചെയ്യണം. അത് വേറെ ആരെയും കാണിക്കാനൊന്നുമല്ല. സ്വർണം പൂശലോ മറ്റേ വഴിപാട് കഴിക്കലോ വിളക്ക് കത്തിക്കലോ ഒന്നുമല്ല. പിന്നെന്താണ് അത്? ജ്ഞാത്യുത്രിതം ജ്ഞാതിനീജം ശൈലോജിന കുശോത്തരം എന്നൊക്കെ 6 പഠിക്കാനുണ്ട്. അധികം താഴ്ചയുള്ള സ്ഥലത്തിരിക്കരുത്. കാരണം നമ്മൾ ജപം ചെയ്യാൻ പുറപ്പെടുന്ന സമയത്ത് ജപം ചെയ്യാനുള്ള ആ പോക്കുണ്ടല്ലോ, സാധന ചെയ്യാനുള്ള പോക്ക്, അത് വളരെ പ്രാധാന്യമാണ്. ചെയ്യലിനല്ല പ്രാധാന്യം. നാരായണ നാരായണ നമശിവായ നമശിവായ ജപിക്കലിനല്ല പ്രാധാന്യം, ജപിക്കാനുള്ള സാഹചര്യം ഒരുക്കലിനാണ് പ്രാധാന്യം. അത് മുഖ്യ. ശ്രദ്ധ പോകരുതേ, കാൽമുട്ട് ധ്യാനം ആവരുതേ, നാളെ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാവരുതേ. അപ്പൊ എന്ത് വേണം? താഴ്ചയുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചു നേരം ജപിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നേരം വിളിച്ചാകുമ്പോൾ എണീക്കുന്നവർ പലരും എന്തായിരിക്കും? ഒരു 40% പോസിറ്റീവ് ആണെങ്കിൽ എന്തായാലും ഒരു 60% നെഗറ്റീവ് ആയിരിക്കും രാവിലെ എണീക്കുന്നവർ. എല്ലാവരെ സംബന്ധിച്ചല്ല, പൊതു പറഞ്ഞത്. എണീറ്റ് കഴിഞ്ഞാൽ ജപം ചെയ്ത് കഴിഞ്ഞാൽ ഈ 40ന്റെ സ്ഥാനത്ത് 60ഉം 60ന്റെ സ്ഥാനത്ത് 40ഉം ആക്കാം. പിന്നെ കുറച്ച് സന്തോഷത്തോടു കൂടി രാവിലത്തെ പലഹാരമൊക്കെ കഴിച്ചാൽ കുറച്ചും കൂടി വരും. പിന്നെ ജോലിക്ക് പോകുമ്പോൾ അതെടുത്തില്ല അങ്ങോട്ട് പോയില്ല, ബസ് വെച്ചോന്ന്, അപ്പോഴേക്ക് പിന്നെ അത് മങ്ങിപ്പോയി വരും. അപ്പോൾ ശരിക്കും ഒരു ECG എടുത്ത പോലെ ആയിരിക്കും. മനസ്സിലായില്ല? ഒരു ഗ്രാഫ് വരച്ച പോലെ. പക്ഷെ ഇതിനെയൊക്കെ സ്വാധീനിക്കാൻ ഒരു 100% ആക്കാനൊരു വഴിയുണ്ട്. അതെന്താ? അതിനുള്ള പുറപ്പാടാണിത്. പ്രകൃതി ശാന്തമായ സമയത്ത് അപ്പോഴും ആ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആദ്യം ഭാര്യനെ പുറത്താക്കണം, അല്ലെങ്കിൽ ഭർത്താവിനെ പുറത്താക്കണം, കുട്ടികളെ പുറത്താക്കണം, ചട്ടിയും കാലമൊക്കെ പുറത്താക്കണം. പുറത്താക്കലിന് മുഖ്യതാണ്. അതൊക്കെ ഉള്ളിലിരിക്കുമ്പോഴേ, നാമം ജപിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാവും ഉള്ളിൽ ഭാര്യ ഉണ്ടാവും, ഭർത്താവും ഉണ്ടാവും, അല്ലേ? പല ചിന്തകളുണ്ടാവും. അപ്പൊ അവരെ പുറത്താക്കൽ മുഖ്യമാണ്. ഒരു നേരത്ത് നിത്യവും ഒരു നേരത്താണത് പുറത്താക്കൽ വെച്ചാൽ പിന്നെ പുറത്താക്കേണ്ടി വരില്ല, അവർ പുറത്തായിക്കോളും. അയാള് 90 ഡിഗ്രി ഇരിക്കുകയോ. അവരൊഴിവാക്കുമ്പോൾ സുഖമാണ്, നമുക്ക് ഒഴിവാക്കാൻ എളുപ്പം. ഇല്ലെങ്കിൽ അവിടെ നിന്ന് വിളിക്കും, ഇവിടെ നിന്ന് വിളിക്കും, ഫോണുള്ളപ്പോൾ ഇപ്പോൾ ഫോണിനെ കൊണ്ട് അതിലേറെ കൊടുക്കാം. അപ്പോഴേക്കാവും അത് വല്ലരിക്കുന്നത്. അപ്പൊ അതിനെ പുറത്താക്കൽ മുഖ്യമാണ്. ഭാര്യനെ പുറത്താക്കലൊക്കെ എളുപ്പമായിരിക്കാം ചിലപ്പോൾ, ഭർത്താവിനെ പുറത്താക്കലും, അല്ലേ? പക്ഷെ ഫോണിനെ പുറത്താക്കലാ വലിയ പ്രയാസം, അല്ലേ? ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ആണ്. ഈ ഫോണിനെ പുറത്താക്കൽ വല്ലാത്തൊരു പണിയാണ്. കാരണം അത്ര അത്യാവശ്യമല്ലേ? ഇല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു പോയാലോ, വീണാലോ? കാരണം നമ്മൾ ആ ഒരു കുറച്ച് ടൈം ഇവിടെ ഒരു 5:15 മുതൽ ഒരു 6:15 ടൈം ആകുമ്പോഴേക്കും 1 മണിക്കൂറുണ്ടല്ലോ, ആ 1 മണിക്കൂർ നമ്മളൊക്കെ ഇത് ഓഫ് ചെയ്തിട്ടാലേ എന്തൊക്കെയാ തകർന്നു പോവാന്നറിയില്ല.
നമ്മളെ സേവനമൊക്കെ കൂടി ആകെ താറുമാറാവുമോ? ഈശ്വര പൂജയൊക്കെ ആകെ അവതാരത്തിലായാലോ? അതൊക്കെ പ്രശ്നമാണ്. അപ്പൊ ഇതിലേറെ പുറത്താക്കേണ്ടത് ഏതായിരിക്കും? അല്ല, ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ വേറൊരു പ്രശ്നമുണ്ട്. ജപം ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ഉറക്കം തൂങ്ങുന്നത് വെച്ചാൽ മറ്റൊരാൾ കണ്ടാലും മോശമല്ലേ? ഈ ചിന്ത വരുമ്പോഴേക്കും എന്തായി? അപ്പൊ ഉറക്കം തൂങ്ങിയാലും കാണാത്തൊരു സ്ഥലമായിരിക്കണം. അയ്യോ, ഇങ്ങനെ കാപട്യ പറഞ്ഞിരുന്നത്. അത് ശരിയാ. ഉറക്കം തൂങ്ങില്ല എന്നെന്താ ഉറപ്പ്? ജപിച്ചിട്ട് ഉറങ്ങണ നല്ല സുഖ. മൂഢന്റെ ധ്യാനം ഉറക്കത്തിലെത്തിച്ചേരുന്നു. അതെ, മൂഢന്റെ ധ്യാനം നല്ല സുഖമായ ഉറക്കത്തിലെത്തിച്ചേരും. ഏകാഗ്രതയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ എന്തൊരു സുഖമുള്ള ഉറക്കം കിട്ടും. അതുകൊണ്ട് ബലപൂർവകം ബോധപൂർവം ഉറക്കത്തെ ഒഴിവാക്കണം. അതിന് മാലയോ ഒക്കെ നല്ലതാ. അവസാനം മാല മാത്രം ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. മാല മാത്രം എണ്ണലാവരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ക്രമേണ നമ്മുടെ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ വേറൊന്ന് കൂടി വരുന്നുണ്ട്. ഏത്? സഹനശക്തി, ക്ഷമാശീലം, വിവേകം വർദ്ധിക്കുന്നുണ്ട്. ആ വിവേകം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രഷർ, ശരീരത്തിന്റെ പ്രഷർ കുറയും. കുറയുന്നതനുസരിച്ച് വാദം മുതലായവ പിടിക്കാൻ കാരണമാവും. കാലിന് തരിപ്പ് എന്തായാലും. അപ്പോഴാ പറഞ്ഞത് വളരെ താഴ്ത്തിരിക്കണ്ട കേട്ടോ, നിലത്തൊന്നിരിക്കണ്ട. എന്നാ വളരെ ഉയരത്തിൽ കയറിയിരിക്കാം. ഞാൻ വലിയൊരു കട്ടിലിട്ടിട്ട് അതിന്റെ മുകളിലാണ് കയറിയിരിക്കാം. അപ്പോഴേക്കും എന്താവും? മറിഞ്ഞു വീഴുവോ എന്നുള്ള പേടിയാവും. അപ്പൊ അതുകൊണ്ട് അധികം താഴത്തോ അധികം ഉയരത്തിലോ മുട്ടുകാൽ ധ്യാനത്തിന് കാരണമായതോ ആവരുത്. സ്ഥിരസുഖമാസനമാവണം എന്ന് പതഞ്ജലി. ഓരോന്നിന്റെ പിന്നിൽ ആ പറഞ്ഞതിന്റെ എന്തായിരിക്കും ആ ഉദ്ദേശം എന്നാലോചിച്ചു. എത്ര ശ്രദ്ധ ഇതിനു വേണ്ടി കൊടുക്കാൻ പറഞ്ഞു, സാധനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തിട്ട് ഏകാഗ്രത കൈവരണം എന്നാ പറഞ്ഞത്. അങ്ങനെ ഏകാഗ്രത കൈവരുന്ന ആളോടാണ് അപ്പൊ മനസ്സിലാവും എന്ത്? ഇത് ആത്യന്തിക ദുഃഖ നിവൃത്തി സ്വരൂപമാകുന്ന മുക്തിക്ക് കാരണമാണ്. ഭക്തി അല്ലാതെ ഭുക്തിക്ക് മാത്രമൊന്നല്ല. ഭുക്തിക്ക് അതുവരെ ഇതെന്തിനാ? ഭക്തി ഭുക്തിക്ക് കാരണമായിരുന്നെങ്കിൽ ഇപ്പൊ എന്തായി? അതേ ഭക്തി തന്നെ ഇങ്ങനെ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് മുക്തിക്ക് കാരണമാകും. ഇതാ പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് ലഭ്യതേപി തത്കൃപയൈവ, അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് തന്നെ ഈ ലഭ്യത ഉണ്ടാവുന്നു, ഇത് ലഭിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ആത്മാർത്ഥവും തീവ്രവുമായ അധ്യാത്മദാഹം ഉണ്ടെങ്കിൽ ശ്രീ ഭഗവാൻ തന്നെ സദ്ഗുരുവിനെ സാധക സമീപം എത്തിക്കും. അതെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ യോഗ്യതയാണ് ഗുരുപ്രാപ്തി. യഥാ പ്രജ തഥാ രാജ, യഥാ ശിഷ്യ തഥാ ഗുരു. നമ്മളെ യോഗ്യതയാണ്. അപ്പൊ യോഗ്യത ആര് നേടണം? നമ്മൾക്ക് എപ്പോഴും കുറ്റം പറയാൻ എളുപ്പമായിരിക്കും. എനിക്ക് ഗുരുനാഥനെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുണ്ടല്ലോ ഇല്ലാന്നേ, അല്ലേ? അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരാ കുഴപ്പക്കാരൻ? എളുപ്പം എന്താ? അല്ലെങ്കിൽ കണ്ടെത്തിയപ്പോഴോ വേണ്ടിയിരുന്നില്ല. എന്നെക്കാട്ടിലും കുറച്ച് അതിലേറെ എത്രയോ ഭേദമല്ലേ ഞാൻ. മനസ്സിലായില്ല. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ എന്താണ് അതിന് വഴി? ഒരു കാര്യം ഉറപ്പാണ്, നല്ലൊരു ശിഷ്യനാവാൻ കഴിഞ്ഞാൽ എന്താണോ തൻ്റെ ഉൾപോക്കറ്റ് അതിനനുസരിച്ചിരിക്കും എന്ത്? ഗുരുപ്രാപ്തി. ഒന്നും അറിയില്ലേ, ഒന്ന് മാത്രം മതി. ഒന്നും അറിയില്ല എന്നുള്ള അറിവ് ഗുരു ലഭിക്കും. നല്ല ഗുരുവിനെ ലഭിക്കും. എന്തൊക്കെയോ അറിയും എങ്കിലോ അങ്ങനെയുള്ള ഗുരു ആരെയും കിട്ടും. കുറച്ചും കൂടി അറിഞ്ഞോ തീരുവോ? തീരുവില്ല. അതെ, ഞാൻ ഇതുവരെ അറിഞ്ഞതൊന്നും അറിയുമല്ലോ എന്നെപ്പോ അറിയുന്നുവോ അപ്പോ എന്തായി? തുടങ്ങിയായി. അപ്പൊ വരിയായി ആര്? ഗുരു. ഞാൻ കുറെ അറിഞ്ഞിട്ടുണ്ട്, എത്രയാ പറയാനുള്ളത്?
ഇവിടെ പറഞ്ഞിട്ടുണ്ട് സാമീപ്യം. ഉപനിഷത്തിൽ ഒരു തലോടലുണ്ട്, കേനോപനിഷത്തിൽ. നീ എത്ര അറിഞ്ഞു? ഓ, നീ അറിഞ്ഞത് വളരെ അല്പമാണ്. അതിന്റെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ വിസ്തരിക്കുന്നുണ്ട്, ഈ അല്പം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? നീ കുറച്ചേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞത്, ഇനിയും കുറച്ചും കൂടി അറിയേ. സ്വാമിജി അതിൽ ലളിതമാക്കി പറഞ്ഞു തരും. എന്ത്? കിണറ് ചാടി എന്ന് പറയുന്ന പോലെയാണ്. നീ കുറച്ചേ അറിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ കിണറ് കുറച്ചേ ചാടിയുള്ളൂ എന്ന്. പിന്നെ ചെന്ന് ചോദിച്ചു, കുറച്ചും കൂടി അറിഞ്ഞു, ഇനി അറിയാണ്ട്. അപ്പോഴെന്തായി? അരഭാഗം ചാടി, മുഴുവൻ ചാടില്ല. എത്ര അറിയാനുള്ളത്? ഇനിയും കുറെ അറിയാണ്ട്. അപ്പൊ ഇത് കുറെ അറിയാനുള്ളതാണോ? അല്ല. പിന്നെന്താണ്? കുറച്ചെന്നോ കൂടുതലെന്നോ ഉള്ള അറിവൊക്കെ ഏതിനെ കുറിച്ചുള്ള അറിവാണ്? ഉപ്പും മുളകും വാങ്ങാനുള്ള അറിവാണ്, വിഷയങ്ങളെ കുറിച്ചുള്ള അറിവാണ്. വിഷയിയെ കുറിച്ചുള്ള അറിവ് പലതുണ്ടോ? കുറച്ചുണ്ടോ? കൂടുതലുണ്ടോ? ലോകത്തിലുള്ള പല അറിവുകളെ കുറിച്ചും കുറച്ചെന്നോ കൂടുതലെന്നോ വലുതെന്നോ ചെറുതെന്നോ, ഞാൻ അധികം അറിഞ്ഞെന്നോ ഞാൻ കുറച്ചറിഞ്ഞെന്നോ, അങ്ങനെ പലതും പറയാം. പക്ഷേ ഇതൊന്നും പറയാൻ പറ്റില്ല. ഏതിനെ? ഈ അറിവിനെ. അറിഞ്ഞു എന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഈ അറിവിന് ന്യൂനാധിക്യങ്ങളൊന്നും പറയാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഗുരുനാഥനെ ലഭിക്കാൻ കുറച്ചറിഞ്ഞു എന്നുള്ളത്. പിന്നെ എന്താ കുറച്ചറിഞ്ഞു എന്ന് പറഞ്ഞത്? മോഹിപ്പിച്ചത്. ഒന്നും അറിഞ്ഞിട്ടില്ലടോ നീ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ശിഷ്യനെ കിട്ടുമോ? ആ ഘട്ടത്തിൽ കിട്ടില്ല. നീ ഇത്ര കാലമായില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്, നീ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന് അയാളുടെ പ്രവൃത്തി കൊണ്ട് ഗുരുനാഥൻ തിരിച്ചറിഞ്ഞു. എന്നാലും അയാൾ എന്ത് ചെയ്യണം? നിരാശപ്പെടുത്തുന്നില്ല. നിരാശപ്പെടുത്തി എന്തുണ്ടാവും? പിറ്റേത്തെ പ്രാവശ്യം ക്ലാസ്സിന് വരില്ല. അപ്പം എല്ലാം ഒരു തലോടൽ. നീ കുറച്ച് അറിഞ്ഞിട്ടുണ്ട്, അയക്കാമൻ തന്നെ കേട്ടോ, ഒന്നും അറിഞ്ഞില്ല എന്ന സത്യം. അഥവാ അറിഞ്ഞതൊക്കെ എന്തായി? ആദ്യം കുറെ അറിഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒപ്പം അത് തലക്കാനുണ്ട്, അതിന്റെ ഒപ്പം കുറച്ചും കൂടി തലക്കാനായി. എന്ത്? ഞാൻ കുറച്ചൊക്കെ ഉപനിഷത്ത് പഠിച്ചു. എത്ര ഉപനിഷത്താ പഠിക്കണമെന്ന് അറിയോ? എത്ര ശ്ലോകങ്ങളാ എനിക്ക് കാണാതെ അറിയാന്നറിയോ? ഒക്കെ ഏത് വിദ്യയിലാ? പരാവിദ്യ. അക്ഷരത്തെ അറിഞ്ഞിട്ടില്ല, അക്ഷരവിദ്യ പഠിച്ചിട്ടില്ല. ആ ഈ ഊ അതല്ല. നശിക്കാത്ത യാതൊന്നുണ്ടോ അത് നീ അറിഞ്ഞിട്ടില്ല. അതറിഞ്ഞാലോ? അറിഞ്ഞാ പിന്നെ അറിയാനൊന്നുമില്ല. അതുകൊണ്ട് ഗുരുനാഥൻ വന്നു ചേരും, ഗുരുനാഥൻ സാന്ത്വനപ്പെടുത്തി തരും, തലോടും, ഒരിക്കലും നിരാശപ്പെടും. അഥവാ നിരാശപ്പെടുത്തിന്ന് വരും. എന്തുകൊണ്ട്? ഫുട്ബോൾ കളിക്കാനുള്ള യോഗ്യനാണെങ്കിലോ അത് കഴിഞ്ഞിട്ട് വേണ്ട വരാൻ. പാത്രം വൃത്തിയാക്കേണ്ട ആളാണെങ്കിലോ അത് കഴിഞ്ഞിട്ട് വേണ്ട വരാൻ. ആശ്രമത്തിൽ ചെന്നു ഉപനിഷത്ത് ക്ലാസ്സിന് പോയിരിക്കുമ്പോൾ അപ്പം എന്ത് ചെയ്യും? വിറക് കീറാനുള്ള പണി കൊടുത്തു വരും, അല്ലെങ്കിൽ ചപ്പാത്തി ചൂടാനുള്ള പണി കൊടുത്തു വരും, അല്ലെങ്കിൽ അടിച്ചുകാരാനുള്ള പണി കൊടുത്തു വരും. കാരണം അവിടെ വന്നിരിക്കാനും കൂടി യോഗ്യത ഉണ്ടാവില്ല. യോഗ്യത മറ്റ് അറിവുകളല്ല. യോഗ്യത ഏതാണ്? ഈ അറിഞ്ഞതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അറിവല്ല എന്നുള്ള അറിവായിട്ടില്ല. കുറെ അറിഞ്ഞു കുറച്ചും കൂടി അറിഞ്ഞു എന്നുള്ള തോന്നലുണ്ട്. അതുകൊണ്ട് എന്താവും? അത് കൊടുക്കും. അപ്പോ പരീക്ഷണാർത്ഥം പലതും ചെയ്യും. പലതും ഇന്നതൊന്നും പറയാൻ പറ്റില്ല. തീർത്തും ഒരു മൂഢനെ പോലെ പ്രവർത്തിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പരമമൂഢനെ പോലെ ഗുരു പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? യോഗ്യതയെ ഉറപ്പിക്കാൻ വേണ്ടി, അർഹതയെ ഉറപ്പിക്കാൻ വേണ്ടി. ശിഷ്ടാചാരങ്ങളെ പാലിക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ചറിയും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സല്യൂട്ട് അടിക്കും. എത്രയോ ചരിത്രങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അത് പറയാനല്ല ഇപ്പം നമ്മളെ പണി. ഏതായാലും ഇവിടെ പറയുകയാണ്, ആത്മാർത്ഥവും തീവ്രവുമായ ഈ ദാഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ശ്രീ ഭഗവാൻ തന്നെ സദ്ഗുരുവിനെ ഈശ്വരൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. രാമായണം. തസ്മിൻ തജ്ജനേ ഭേദാഭാവാത്. തസ്മിൻ തജ്ജനേ ഭേദാഭാവാത് എന്നാണ് അടുത്ത സൂത്രം. എന്താണ്?
തസ്മിൻ അവനിലും തജ്ജനെ അവന്റെ ജനത്തിലും ഭേദാഭാവാത് ഭേദമില്ലാത്തത് കൊണ്ട്, ഭഗവാനും ഭഗവത് ഭക്തന്മാരും തമ്മിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ട് ഭക്താനുഗ്രഹം ഭഗവത് അനുഗ്രഹം തന്നെയാകുന്നു. ഭഗവാനും ഭക്തനും ഏതാണ്? വ്യത്യാസമില്ല. ഈ പ്രകാരം ഭഗവാനും ഭക്തനും വേറുണ്ടോ? ജ്ഞാനീ ആത്മൈവ മേ മതം ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃതിനോർജുന. 4 വിധം സുഹൃതികൾ എന്നെ ഭജിക്കുന്നു. നേരത്തെ പറഞ്ഞവർ ഭക്തന്മാരൊക്കെ ആരാണ്? സുഹൃതം ചെയ്തവർക്കേ ഭഗവാനെ ഭജിക്കാൻ പറ്റൂ. സുകൃതം ചെയ്യണം, ജീവിതത്തിൽ സുകൃതം ചെയ്യണം. ദുഷ്കൃതം ചെയ്തവർക്ക് പറ്റില്ല. അവരൊക്കെ സുഹൃതികളാണ്, അനുക്രമമെന്നോ. പക്ഷേ അതിൽ ജ്ഞാനി ഞാൻ തന്നെയാണ്. വലിയ കുട്ടീനെ കുറിച്ച് അമ്മയ്ക്ക് വേവലാതി ഇല്ല. ചെറിയ കുട്ടീനെ എവിടെ വെക്കും? ചിലപ്പോൾ ഒക്കെ തന്നെ വെക്കേണ്ടി വരും. എപ്പോഴും ഒരു കണ്ണുണ്ടാവും. വലിയ കുട്ടി അത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. മറ്റതോ എപ്പോഴും തൻ്റെ കൂടെ. എന്താ മോനെ, എന്താ മോളെ എന്നൊക്കെ ചോദിച്ച് അല്ലേ. കുറച്ച് വയസ്സ് കൂടുന്തോറും കാണാം എന്തുണ്ടാവും. ചിലപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് വരും, ചിലപ്പോൾ കണ്ടില്ല എന്ന് നടിച്ചു എന്ന് വരും, ക്രമേണ ഒക്കെ ഉണ്ടാവും. അതെ അതെ. അതുകൊണ്ട് ഇവിടെ പറയാണ് എന്ത്? ഭക്താനുഗ്രഹം ഭഗവത് അനുഗ്രഹം തന്നെയാകുന്നു. എങ്ങനെ? ഭഗവാനും ഭക്തനും വേറെ അല്ലാത്തത് കൊണ്ട്. അപ്പൊ ആരുടെ അനുഗ്രഹമാണ് കിട്ടേണ്ടത്? ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അങ്ങോട്ട് ആകാശത്ത് നിന്ന് പൊട്ടി വീണ് നമ്മൾ അനുഗ്രഹിക്കാൻ വരും, 2 കൈയും തലയിൽ വെച്ച്. അങ്ങനെയല്ല. ആരാണ് അനുഗ്രഹിക്കുന്നത്? ആരാ അനുഗ്രഹിക്കുന്നത്? ഈ ഭഗവാനാണ് എല്ലാം എന്നറിയുന്ന ഗുരുനാഥൻ അതിനുള്ള യോഗ്യരാക്കി തീർക്കുന്ന ശിഷ്ടാചാരങ്ങൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കുമ്പോൾ അത് ആരുടെ അനുഗ്രഹമാണ്? തൻ്റെ വ്യക്തിത്വം തീർത്തും നഷ്ടപ്പെട്ട് കേവലം കത്തിക്കഴിഞ്ഞ മേണ്ടൽ പോലെ പ്രവർത്തിക്കുന്ന ഗുരു. ശരീരമില്ലേ? ശരീരമുണ്ട്. ശരീരത്തിന്റെ ക്ലേശങ്ങളില്ലേ? ഉണ്ട്. കാഴ്ചക്കില്ലേ? എല്ലാം ഉണ്ട്. പ്രാരബ്ധമല്ലേ? ഉണ്ട്. ആർക്ക്? കാഴ്ചക്കാരന്. പക്ഷെ എന്തുണ്ട്? തൻ്റെ വ്യക്തിഭാവം, ഞാൻ എൻ്റെ എന്നുള്ള എല്ലാം എന്തായി? കത്തിച്ചാമ്പലായി, ജ്ഞാനാഗ്നിയിൽ ദഹിച്ചു പോയി. ആ ദഹിച്ചു കഴിഞ്ഞ മേണ്ടല് എന്തായി? മേണ്ടല് വാങ്ങിക്കൊണ്ടുവന്നിട്ട് കത്തിച്ച് അതായത് അതിൽ ആളുടെ തുറന്നു കഴിഞ്ഞാൽ വെളിച്ചം കൊടുക്കില്ല. പിന്നെ എന്താ വഴി? അത് കത്തിച്ചിട്ട് ചാമ്പലായി കഴിഞ്ഞാലാണ് നല്ല പ്രകാശം കൊടുക്കുന്നത്. ഒരല്പം അതിൻ്റെ ആ വെണ്ണീരാവാത്ത ഭാഗം ഉണ്ടെങ്കിൽ അത് വെളിച്ചം കൊടുക്കില്ല. കൊടുക്കൂ? അല്പം ഇൻ്റെതുണ്ടെങ്കിൽ, ഞാനും എൻ്റെയും അല്പം ഉണ്ടെങ്കിൽ അത് പ്രകാശം കൊടുക്കില്ല. പൂർണ്ണമായി ഞാനും എൻ്റെകളും കത്തി നശിച്ചു കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് ഒരു സാധനമുണ്ട്. ഏത്? ഗുരു, ശരീരം. എന്താ വ്യത്യാസമുള്ളത്? അത് ഭഗവാൻ തന്നെയാണ്. പക്ഷെ കാണാൻ ഒരു ഉപകരണം, ഒരു ഉപാധി. ഈ ഉപാധിയുടേതായ, നമ്മുടെ ഉപാധിയെ പോലെയുള്ള ഒരു ഉപാധിയുടേതായ അഹംമാമത്വങ്ങൾ ഒന്നും അവിടെ ഇല്ല. അപ്പൊ പിന്നെന്താണ്? ആരാണ് പ്രകാശം തരുന്നത്? ഇടനിലക്കാരനായ ഒരു പുരോഹിതനാണോ ഗുരു? അല്ല. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു വേറൊരാളെ പറഞ്ഞയച്ചതാണോ ഇടനിലക്കാരനാണോ? അല്ല. നാരായണേന സ്വയം. കൃഷ്ണ. കൃഷ്ണനല്ല അവിടെ. ആരാ? നാരായണൻ തന്നെയാണ്. അവിടെ ഗുരു എന്നും ഈശ്വരൻ എന്നും രണ്ടില്ല. ഗുരു ഈശ്വരൻ തന്നെയാണ് എനിക്ക് കാണാനൊരാകാരത്തെ പ്രാപിച്ച് ഈ നിൽക്കുന്നത്. ആ ഭാഗം വിചാരം ചെയ്തു നോക്കൂ. അത് മതി എവിടെത്താൻ? ഇന്നത്തെ ക്ലാസ്സിന്റെ സഫലമാവാൻ. തൽക്കാലം ഉപസംഹരിക്കുന്നു. കുറച്ച് നേരത്തെ നിർത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാലേ, ഏത് ഇന്ന് 7 മണിക്ക് ഒരു ക്ലാസ് തുടങ്ങേണ്ടതാണ്. ഒരു 2 മണിക്കൂർ ചുരുങ്ങിയത് ഉറങ്ങി വരും. എന്തായാലും 8 മണിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുറപ്പെട്ടാൽ 8 മണിക്ക് എത്തുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഉപസംഹരിക്കുന്നു. ഓ
ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.